അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുഅ്മിനീങ്ങളെ, നമുക്കെയും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്, ദുആ ചെയ്യേണ്ടവരുമാണ്. അതാണല്ലോ ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും പ്രധാനമേറിയ ഇബാദത്ത്, റബ്ബിനോട് ചോദിക്കുക ദുനിയാവും ആഖിറവും. അങ്ങനെ ദുആക്കുമ്പോൾ ചില ദുആകൾ ഒരിക്കലും പോലും തട്ടപ്പെടുകയില്ല, അത് അള്ളാഹു തീരുമാനിച്ചതാണ്. ചില ദുആകൾ തീർച്ചയായും അള്ളാഹു സ്വീകരിച്ചിരിക്കും. അതിന് എത്രയോ ഉദാഹരണങ്ങളും എത്രയോ അനുഭവങ്ങളും കൂടിയുണ്ട്. ഏതാണ് അത്തരത്തുള്ള ദുആ? അതിൽ ഒന്നാമത്തെ ദുആ ഉൽ മുസ്ലിം ലി അഖീഹി, നമ്മൾ ഒരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ദുആർക്കുക എന്നുള്ളത്. അത് വലിയൊരു വിഷയമാണ്. അവൻ്റെ ഗൈബത്തിനാണ്, അവൻ അറിയാതെയാണ്. അല്ലാതെ ഒരാൾ മുമ്പിലിരിക്കുമ്പോൾ അവന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കൽ, അത് നമുക്ക് ചിലപ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കില്ല, അവനൊന്ന് സന്തോഷിപ്പിക്കാനായിരിക്കാം. അങ്ങനെയല്ല, ഒരു സഹോദരൻ അവൻ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞ് നമ്മളെ മുമ്പിൽ ദുആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനില്ലാതെ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആക്കുമ്പോൾ അതിന് വലിയ സ്ഥാനമുണ്ട്, വലിയ ബറക്കത്തുണ്ട്. തീർച്ചയായും അള്ളാഹു ആ ദുആ ഉത്തരം നൽകിയിരിക്കും. മുത്തനബിയൊക്കെ പറയുന്നത് കാണാം, മാമിൻ അബദിൻ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ സഹോദരനക്ക് അവൻ്റെ ഗൈബത്തിൽ ദ്വാരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന പ്രത്യേകത ഫള് എന്ന് പറഞ്ഞാൽ അവൻ്റെ ദുആക്ക് ഉത്തരം നൽകുന്ന മാത്രമല്ല, അവൻ്റെ സഹോദരനിക്ക് കൂട്ടുകാരനിക്ക് വേണ്ടി ദ്വാരുന്നതിൻ്റെ പേരിൽ ആ ദ്വാരുന്ന ആൾക്ക് പോലും അള്ളാഹു വലിയ നിഅമത്തുകൾ, വലിയ ബറക്കത്തുകൾ അവൻ്റെ ജീവിതത്തിൽ നൽകുകയാണെന്നും മുത്തനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് കിട്ടണമെങ്കിൽ നാം ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മറ്റുള്ളവർക്കുള്ള ദുആയാണ്. കേവലം സ്വന്തത്തിന് മാത്രം ദുആ ചെയ്യുക അല്ല, നാമുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്താൽ ആ ദുആ ഏതായാലും അത് സ്വീകരിക്കും. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾക്കും ധാരാളം നിഅമത്തുകൾ കിട്ടുമെന്നാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചത്. അതാണ് ഉത്തരം കിട്ടൽ ഉറപ്പുള്ള ഒരു ദുആ. രണ്ടാമത്തെ ദുആണ് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആണ്. അത് മുസ്ലിം തന്നെ ആവണമെന്നുമില്ല, അമുസ്ലിമാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണോ, അവനാരോ വേദനിപ്പിച്ചു, ആരോ അടിച്ചു, ബേജാറാക്കി, അങ്ങനെ ആക്രമിക്കപ്പെട്ടവൻ അക്രമിക്കെതിരെ അവൻ ദുആക്കുമ്പോൾ തീർച്ചയായും ആ ദുആ തട്ടും, ആ ദുആ സ്വീകരിക്കും. തീർച്ചയായും അതിന് തിരിച്ച് ഫലമുണ്ടാകും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. നമ്മളെ കൊണ്ട് ഒരാളും നാം വേദനിപ്പിക്കരുത്, ആരും വിഷമിപ്പിക്കരുത്. ചിലപ്പോൾ നമുക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്നെക്കാൾ താഴെയുള്ളവർ ആരുമാവട്ടെ, ആരെയും നാം വേദനിപ്പിക്കരുത്. അവിടെ അങ്ങനെ ആക്രമിക്കപ്പെട്ടവനാണോ, അവനാണോ നമുക്കെതിരായി ദുആ ചെയ്യുന്നത്, എന്നാൽ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മൂന്നാമത്തൊരു ദുആയാണ് ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആർക്കുക എന്നുള്ളത്. തീർച്ചയായും അതിന് ഉത്തരം കിട്ടും. അവിടെ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. അത് കേടായ ദുആയാലും പോലും അള്ളാഹ് സ്വീകരിക്കും. അപ്പോൾ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടത് അവരിൽ നിന്ന് നല്ല ദുആകളാണ്. അവരെ മനസ്സറിഞ്ഞ് ഇങ്ങോട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. തീർച്ചയായും അല്ലാഹു ഉത്തരം നൽകും. അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം നല്ല നിലക്ക് ധാരാളം ദുആ ചെയ്യുന്നവരായിരിക്കണം. ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി നാം ധാരാളം ചെയ്യുന്നവരായിരിക്കാം, അതിനുമേൽ അധ്വാനിക്കുന്നവരായിരിക്കാം. പക്ഷേ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ എന്ന് നാം മാതാപിതാക്കളായ നമ്മളോട് തന്നെ ചോദിക്കുക. ഒരിക്കലും പോലും കേടായിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യരുത്. നന്മയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നാലാമത്തൊരു ദുആയാണ് ദഅവത്തുൽ മുസാഫിർ, സഫർ പോകുന്നവൻ്റെ ദുആ അല്ലാഹു ഉത്തരം നൽകും. അതെ, യാത്ര പോകുന്നവൻ, യാത്ര എന്ന് പറയുന്നത് അത് വലിയൊരു കഷ്ടപ്പാടുള്ള വിഷയമാണല്ലോ, എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും. അപ്പം അത്തരത്തുള്ള ദുആക്കും ഉത്തരമുണ്ട്. അപ്പോൾ യാത്ര പോകുന്ന സമയത്ത് ആ മുസാഫിർ നമ്മളാണെങ്കിലും നമ്മളെ ദുആക്ക് ഉത്തരമുണ്ട്. അപ്പോൾ സഫറിലൊക്കെ ധാരാളം ദുആ ചെയ്യുന്നവരാകണം. ധാരാളം കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടാകും. അതേപോലെ തന്നെ മുസാഫിരീങ്ങളെ കണ്ടാൽ, സഫർ പോകുന്നവരെ കണ്ടാൽ അവരെ കൊണ്ട് ദ്വാരിപ്പിക്കണം. അതിനും വലിയ മഹത്വമുണ്ട്.
അതിന് ഉത്തരം കിട്ടുമെന്നല്ലേ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഉത്തരം കിട്ടുന്ന ഒരു ദുആയിൽ പെട്ടതാണ് മുസാഫിറിൻ്റെ ദുആ. മറ്റൊരു ദുആയാണ് ദഅവത്തു സ്വായിം, നോമ്പുകാരൻ. അവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ്റെ ദുആക്ക് ഉത്തരമുണ്ട്. ഇത് കേവലം റമദാനിൽ മാത്രമെന്ന് ചിന്തിച്ചു പോകരുത്. സുന്നത്ത് നോമ്പ് ഏത് സമയങ്ങളിലെല്ലാം നാം നോമ്പ് നോക്കുന്നുണ്ടോ ആ സമയത്ത്, ആ നോമ്പിൻ്റെ അവസാനത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത്, അത് വലിയൊരു ഇബാദത്ത് പൂർത്തിയാക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് റബ്ബിലേക്ക് കൈ ഉയർത്തി ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു ഉത്തരം നൽകിയിരിക്കും. അതേപോലെ തന്നെ ദഅവത്തുൽ വലദ് സ്വാലിഹി, നല്ല മക്കൾ ഇങ്ങോട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആയിരുന്നാലും ആ ദുആക്ക് ഉത്തരമുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. നമ്മളെ മക്കളെ നന്നാക്കിയാൽ, നല്ലൊരു സ്വാലിഹായ കുട്ടിയാക്കിയാൽ ആ കുട്ടി മതി നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ. അതേപോലെ മാതാപിതാക്കളുടെ ദുആ മാത്രമല്ല, നല്ല മക്കൾ ഇങ്ങോട്ട് തിരിച്ച് മാതാപിതാക്കൾക്ക് ദുആയിരുന്നാലും ആ ദുആക്ക് ഉത്തരമുണ്ടെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ. അങ്ങനെ തീർച്ചയായും ഉത്തരം കിട്ടുമെന്ന് മുത്തനബി നമ്മെ പഠിപ്പിച്ച, ഇസ്ലാം നമ്മെ പഠിപ്പിച്ച ചില ദുആകളാണ് ഓർമ്മപ്പെടുത്തിയത്. വളരെ ഗൗരവത്തോടു കൂടെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുആകളും അവൻ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.